ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ജോലി എന്ന് വെച്ചാൽ കുളിയാണ്. കുളിയും പല്ലുതേപ്പും ഒക്കെയാണ്. അത് കഴിഞ്ഞാലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമുക്കൊരു ഉന്മേഷം ഒന്നും കിട്ടാറില്ല കേട്ടോ. രാവിലെ കുളിയൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് പകുതി ഒരു ഉണർവൊക്കെ കിട്ടിയിരിക്കും. രാവിലെ എണീക്കാനൊക്കെ മടിയല്ലേ. അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഉന്മേഷമൊക്കെ കിട്ടും. അപ്പോഴേക്ക് എൻ്റെ കട്ടൻ കാപ്പിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പിടിയനാണ് ഉണ്ടാക്കുന്നത്. പിടിയൻ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായി. കുഴക്കട്ടയെ തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്ത് വെച്ച് ഇത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും ഒക്കെ കുഴക്കട്ട ഉണ്ടാക്കും കേട്ടോ. അതിനുവേണ്ടി നമ്മൾ മാവൊക്കെ നനച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ദാണ്ട കണ്ടോ, കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നുണ്ട് രാവിലെ കേട്ടോ. ഇന്ന് സ്കൂളുള്ള ദിവസമല്ലേ, അതുകൊണ്ട് നമുക്ക് ഇതിരി തിരക്കാണെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ പച്ചക്കറിയെല്ലാം ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അവിയലും തോരനും ഒക്കെയാണ് ഇന്ന് സ്കൂളിൽ കൊടുത്തു വിടുന്നത്. മക്കൾക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പിന്നെ നമ്മളിന്ന് കൊടുത്തു വിടാമെന്നങ്ങ് തീരുമാനിച്ച് നമ്മൾ രാവിലെ തന്നെ ചേനയൊക്കെ നമ്മൾ കൊത്തിയിടുകയാണ് അവിയലിന് വേണ്ടിയുള്ള. പിന്നെ തോരൻ നമ്മൾ ക്യാരറ്റും ബീൻസും കൂടെ അരിഞ്ഞതാണ് കേട്ടോ. നമ്മൾ തേങ്ങയെല്ലാം തിരിഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം അടുപ്പിലാക്കി പാകത്തിന് എല്ലാം ചേർത്തൊക്കെ വെച്ചേക്കുവാണ്. അവയിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാം വെജിറ്റബിളിലാണ് അതിനകത്ത് കലർത്തിയും വെക്കും. പിന്നെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ അരപ്പിട്ട്, അതാണ് ഞാൻ ചെയ്യാറുള്ള പതിവ്. അവയിലുള്ള സാധനം വെന്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ കൊഞ്ചിടാൻ മറന്നുപോയെന്ന്. പിന്നെ നമ്മൾ ഇടയ്ക്കോട്ട് നീക്കി കൊഞ്ച് അടിയിലാക്കിയിട്ട് നല്ലോണം വേവിച്ചൊക്കെ എടുത്തിട്ട് അവിയൽ അവസാനം നമ്മൾ ഇച്ചിരി തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും കേട്ടോ അവിയലിന്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കൊഞ്ചിടുന്ന അവിയൽ കേട്ടോ. എല്ലാവരും കൊഞ്ചൊക്കെ ഇട്ട് അവിയലൊക്കെ ഒന്ന് വെച്ച് നോക്കണം. പിന്നീട് നമ്മൾ തോരനുള്ള സാധനവും അടുപ്പത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതും അങ്ങനെ വെന്തോളില്ല. അപ്പോൾ ആ ജോലി നമുക്ക് കഴിഞ്ഞിരുന്നു. അവസാനം ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെ അവിയലും തോരനും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തേക്ക് പോകുന്നത് കൊഞ്ച് വറക്കാൻ വേണ്ടിയാണ്. കാശുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ചൊക്കെ. എന്നാൽ പിന്നെ കൊഞ്ച് വറുത്തതൊക്കെ ഞാൻ പണി തീർന്നില്ലേ, നമ്മൾ പെട്ടെന്ന് തന്നെ വേപ്പിലയൊക്കെ ഇട്ട് കൊഞ്ച് വറുത്ത് ഇനിയുള്ള പണിയെന്ന് വെച്ചാൽ നമുക്ക് മിറ്റം തൂപ്പാണ്. അതും കൂടി കഴിഞ്ഞ് കുറച്ച് ജോലിയൊക്കെ ഒതുങ്ങി കേട്ടോ. അപ്പം ബാക്കിയുള്ള ജോലിയെല്ലാം നമ്മൾ ഒതുങ്ങിയിട്ടുണ്ട്. നമ്മൾ ടിഫിൻ റെഡിയാക്കണം കുട്ടികൾക്ക്. രണ്ടിലും നമ്മൾ ടിഫിൻ റെഡിയാക്കി എല്ലാം വെച്ച് ഞാനും പെട്ടെന്ന് തന്നെ ഒരുങ്ങി കാശുമായിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നു. ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ഇത്തിരി കഷ്ടപ്പെട്ടൊക്കെ എടുക്കുന്നതല്ലേ നമ്മൾ ഈ വീഡിയോ. പക്ഷേ ആരും അങ്ങനെ വീഡിയോസ് നോക്കാറില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇടുന്ന വീഡിയോസ് ഒന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാറ് പോലുമില്ല. പിന്നെ ഇടയ്ക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് കയറി നോക്കണം എല്ലാവരും കേട്ടോ. അപ്പോൾ